السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ, അല്ലാമ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ തഫ്സീർ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ പഠന ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിലെ 172 വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല കൽപ്പിക്കുന്നു, ഹേ വിശ്വസിച്ചവരെ, കുലൂ മിൻ തയ്യിബാത്തി മാ റസഖനാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിലെ വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കുക. വഷ്കുറൂ ലില്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ ശുക്ർ ചെയ്യുകയും ചെയ്യുക. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണ് എങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ആയത്തിൽ 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ത്വയ്യിബാണ് ഭക്ഷിക്കേണ്ടത്, കിട്ടിയതെല്ലാം ഭക്ഷിക്കാവതല്ല, വിശിഷ്ടമായ ഹലാലായ കാര്യങ്ങളെയാണ് തിന്നേണ്ടത്. 2, അതോടൊപ്പം പടച്ച റബ്ബിനോട് ശുക്ർ, നന്ദിയുള്ളവരായി മാറണം. അതാണ് റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ആളുകളുടെ ലക്ഷണം എന്നുകൂടി അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ആയത്ത് ആരംഭിച്ചത് യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, തസ്ദീറുൽ ഹുക്ം ബിൻ നിദാഇ യദുല്ലു അലൽ ഇഹ്തിമാമി ബിഹി. ഒരു വിധി അല്ലാഹു തആല ഇവിടെ അറിയിക്കുകയാണ്. പക്ഷെ ആ വിധി അറിയിക്കും മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിളിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അത് ആ വിധിയുടെ പ്രാധാന്യത്തെയാണ് അറിയിക്കുന്നത് എന്നാണ്. ദേഹിക്കുന്നതിന്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ആ കാര്യം പറയും മുമ്പ് യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ പ്രത്യേകമായി വിളിച്ചു, ഒരു വിശേഷണം പറഞ്ഞുകൊണ്ട് വിളിച്ച് കാര്യം പറയുമ്പോൾ ഈ കാര്യം കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതാണ് എന്നവിടെ അറിയിക്കുന്നുണ്ട്. നിദാ എന്നുള്ളത് ഒരു വിളി വരുമ്പോൾ സ്വാഭാവികമായും വിളിക്കപ്പെടുന്നവൻ ഒന്നുകൂടെ ശ്രദ്ധിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഏത് കാര്യവും അങ്ങനത്തെയാണ്. വിളിച്ചുകൊണ്ട് പറയുമ്പോൾ ആ വിളിക്കപ്പെടുന്നവൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് വരിക. ഞാൻ മാത്രവുമല്ല, അവിടെ യാ അയ്യുഹൽ ആമനു, ഈമാനിലേക്ക് ചേർത്ത് വിളിച്ചത്. ഈമാനുള്ളവരെ എന്നാണല്ലോ, കേവലം വിളിയല്ല. ഈമാനുള്ളവരെ എന്ന് വിളിക്കുമ്പോൾ എടുത്തു കാണിച്ച അവരുടെ വിശേഷണം ഈമാൻ എന്നതാണ്. ഈമാൻ എടുത്തു പറയുമ്പോൾ അത് പ്രത്യേകമായി അവർക്ക് പ്രചോദനമാണ്. വിശ്വസിച്ചവരെ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഈ ചെയ്യൽ ഈമാന്റെ ഭാഗമാണ് എന്നൊരു സൂചന കൂടി അതിലുണ്ട്. അപ്പൊ ഏത് കാര്യം പറയുമ്പോഴും അതിനനുസരിച്ചുള്ള ഒരു വിശേഷം കൂട്ടി വിളിക്കുമ്പോൾ കുറച്ചുകൂടി താല്പര്യം ജനിക്കും. ഔദാര്യവാനെ ദാനം ചെയ്യൂ എന്ന് പറഞ്ഞാൽ, മാന്യമായവനെ ഇയാളൊന്ന് നിങ്ങൾ ആദരിക്കൂ എന്ന് പറയുമ്പോൾ ആ വിളിയിൽ തന്നെയുണ്ട് ഇത് പ്രാവർത്തികമാക്കാനുള്ളൊരു പ്രചോദനം. എന്നതുപോലെ ഇവിടെ വിശ്വസിച്ചവരെ കുലു, നിങ്ങൾ ഭക്ഷിക്കുകയും എന്ന് പറയുമ്പോൾ ഈമാനുമായി അതിനെ കണക്ട് ചെയ്തു അല്ലാഹു തആല. വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് ഈ കാര്യം പ്രാവർത്തികമാക്കൽ എന്ന സൂചനയാണ് അതിലുള്ളത്. മറ്റു ചർച്ച ഇബ്നു ഉസൈമീൻ കൊണ്ടുവന്നത് കുലു, നിങ്ങൾ ഭക്ഷിക്കുവീൻ എന്നാണ് അല്ലാഹു പ്രയോഗിച്ചത്. അത് അമ്രാണ്.
അക്കല യഅ്കുലു എന്നതിൻ്റെ അമ്രാണ് കുൽ. അപ്പൊ അമ്ര പൊതുവെ ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിർബന്ധമാണ് എന്ന അർത്ഥമാണ് വരിക. അറബി ഭാഷ പ്രകാരം ഒരു കൽപ്പനാക്രിയ ഉപയോഗിച്ചാൽ അതിന് ഒന്നാമത്തെ അർത്ഥം നിർബന്ധമാണ് എന്ന അർത്ഥമാണ്. എന്നാൽ അതോടൊപ്പം ഒരു കാര്യം നല്ലതാണ് പ്രേരിപ്പിക്കാൻ സുന്നത്തായി കാണിക്കാനും അതേ ക്രിയ ഉപയോഗിക്കും. അനുവദനീയമാണ് എന്ന് പറയാനും അതേ ക്രിയ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും, നാം നൽകിയതിൽ വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കുവീൻ എന്ന് പറയുമ്പോൾ ആ കുലു എന്ന വാക്ക് വഹൽ ഹുവ ലിൽ വുജൂബി ഔ ലിൽ ഇബാഹത്തി ഔ ലിൻ നദ്ബി, ഇവിടുത്തെ ഈ കൽപ്പനക്രിയ വാജിബ് എന്ന അർത്ഥത്തിലാണോ, മന്ദൂബ് എന്ന അർത്ഥത്തിലാണോ, ജായിസ് എന്ന അർത്ഥത്തിലാണോ? ഷെയ്ഖ് പറയുന്നു ഖുൽനാ ഇന്നഹു സ്വാലിഹുൻ ലഹാ, ഇത് എല്ലാത്തിനും പറ്റിയതാണ് ഈ പ്രയോഗം എന്നാണ്. ഈ ആയത്തിൽ പറഞ്ഞ ഈ പ്രയോഗം നിർബന്ധമാകുന്ന ഘട്ടമുണ്ട്, സുന്നത്താകുന്ന ഘട്ടമുണ്ട്, അനുവദനീയമാകുന്ന ഘട്ടങ്ങളുമുണ്ട്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് അത്. ഇത് ഷെയ്ഖ് റഹിമഹുല്ലാഹ് അത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ചിലപ്പോൾ അത് വാജിബായി മാറും. എപ്പോൾ? ഇദാ തവഖഫത് അലൈഹിൽ ഹയാത്ത്, ഒരാൾ ജീവൻ നിലനിർത്താൻ ഒരു ഭക്ഷണം കഴിച്ചേ പറ്റൂ എന്ന ഘട്ടമാണെങ്കിൽ അവിടെ നിർബന്ധമാണ്. മരിക്കാൻ പോവുകയാണ്, ആ മരിക്കുമ്പോൾ അയാൾ ജീവൻ നിലനിർത്തണമെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചോളണം എങ്കിൽ അവിടുത്തെ അമ്ര് അയാളെ സംബന്ധിച്ച് വുജൂബാണ്, നിർബന്ധമായ അർത്ഥമാണ്. അതേസമയം സുന്നത്തായ ചില ഘട്ടങ്ങൾ വരും ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇലാ തറത്തബ അലൈഹി ഫായിദത്തുൻ ശർഇയ്യ, ശർഇയ്യായ എന്തെങ്കിലും ഒരു ഫായിദ, ദീനിയായ മതപരമായ പ്രത്യേകമല്ല നേട്ടങ്ങളുമുള്ള രംഗമാണെങ്കിൽ അവിടെ ആ ഭക്ഷണം കഴിക്കൽ സുന്നത്തായി മാറും. ഉദാഹരണമായി നോമ്പുകാരൻ അത്താഴം കഴിക്കൽ, നോമ്പുകാരൻ്റെ അത്താഴം സുന്നത്താണ്. നോമ്പ് തുറക്കുമ്പോഴുള്ള ആ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം അത് സുന്നത്താണ്. ഒരു അതിഥി വന്നു, ആ അതിഥിയുടെ കൂടെ കഴിക്കുക അത് സുന്നത്തായ കാര്യമാണ്. ഇതൊക്കെ മുബാഹാണ്. അപ്പൊ അതും ഈ ആയത്തിൽ നിന്ന് കിട്ടും. കുലു എന്ന് പറഞ്ഞ ആ വാക്കിന് അത് കിട്ടും. ഇനി ഇതൊന്നും അല്ലാത്തടത്തോ ഇത് അനുവദനീയമാണതാണ്. ഈ ഘട്ടങ്ങളൊന്നും ഇല്ല എങ്കിൽ സാധാരണഗതിയിൽ ഇത് ഹലാലായ അനുവദനീയമായ കാര്യമാണ് താനും. അപ്പൊ എല്ലാം ഒരേ വാക്ക് തന്നെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഒന്നിച്ചിവിടെ ഉപയോഗിക്കപ്പെടുന്നു. ഇസ്തിഅ്മാലുൽ മുഷ്തറക് എന്ന് പറയും. ഇസ്തിഅ്മാലുൽ മുഷ്തറക്, വ്യത്യസ്ത മഅനയിൽ ഉപയോഗിക്കപ്പെടാവുന്ന ഒരു വാക്ക്, ആ അർത്ഥങ്ങളിലെല്ലാം ഒരേ സമയം ഉപയോഗിക്കുക. പല വാക്കുകൾക്കും 2, 3, 4 അർത്ഥമുണ്ടാകും. പക്ഷെ ഈ അർത്ഥങ്ങളെല്ലാം ഒന്നിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഒരു പദം പ്രയോഗിക്കുക, അതിനാണ് ഇസ്തിഅ്മാലുൽ മുഷ്തറക് എന്ന് പറയുക. ഇവിടെതാണ് കുലു എന്ന വാക്ക് ഇവിടെ നിർബന്ധമായും കഴിക്കണമെന്നും സുന്നത്തായി കഴിക്കണമെന്നും കഴിക്കൽ അനുവദനീയമാണ് എന്നുമുള്ള എല്ലാ അർത്ഥങ്ങൾക്കും ഇവിടെ ഉദ്ദേശിക്കപ്പെടാം എന്നാണ്. അപ്പൊ എല്ലാത്തിനും പറ്റിയൊരു വാക്കാണ്. ആ എല്ലാ അർത്ഥവും അവിടെ ഉദ്ദേശിക്കാവുന്ന സാഹചര്യവുമാണ് എങ്കിൽ അതെല്ലാം അവിടെ ഉദ്ദേശിക്കപ്പെടാം. ഇല്ല അതോടൊപ്പം ശേഷം അല്ലാഹു പറഞ്ഞ കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, മിൻ അവിടെ ഒരു മിൻ ഉപയോഗിച്ചു. മിൻ ത്വയ്യിബാത്ത്, ത്വയ്യിബാത്ത് നിങ്ങൾ ഭക്ഷിക്കുക. അവിടെ എന്തിനാണ് മിൻ ത്വയ്യിബാത്ത് ഉപയോഗിച്ചത്? ആ മിന്ന് ലിബയാനിൽ ജിൻസി, ജിൻസ് വിശദീകരിക്കാനാണ് എന്നാണ്. നമ്മൾ ഏതാണ് കഴിക്കേണ്ടത്? ത്വയ്യിബാത്താണ് കഴിക്കേണ്ടത്. ആ ത്വയ്യിബാത്ത് എന്ന ജിൻസ്, ആ ഒരു വർഗം, അതിന് മൊത്തം ഉദ്ദേശിക്കപ്പെടാനാണ് അവിടെ മിന്ന് കൊടുത്തത്. അപ്പോൾ ഒരു മനുഷ്യൻ ത്വയ്യിബാത്തായ ഏതും കഴിക്കാൻ മൊത്തം, ത്വയ്യിബാത്തിൽപ്പെട്ട ഏതും ഒരാൾക്ക് കഴിക്കാം എന്ന് മനസ്സിലായി. അത്വയ്യിബു അൽ ഹലാൽ, ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ ഹലാൽ, ഹലാലായത്, അതേപോലെ വിശുദ്ധമായത് എന്നൊക്കെയാണ് ത്വയ്യിബ് എന്ന പദത്തിന് ഉദ്ദേശിക്കപ്പെടാറുള്ളത്. അതുപ്രകാരം അപ്പൊ ഹലാൽ അല്ലാത്തതിനും റിസ്ക് എന്ന് പറയാം. മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും എന്നാണല്ലോ, നാം നിങ്ങൾക്ക് നൽകിയതിലെ ത്വയ്യിബാത്ത് കഴിക്കുക. അപ്പൊ ത്വയ്യിബാത്ത് റിസ്ക്കാണ്. ത്വയ്യിബാത്ത് അല്ലാത്തതോ അതും റിസ്ക്കാണ്. ഹറാമായ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അതും റിസ്ക്കാണ്. പക്ഷെ ആ റിസ്ക് അവൻ കഴിക്കാൻ പാടില്ല എന്ന് മാത്രം. അതായത് ഹലാലായ ത്വയ്യിബായതിന് മാത്രമല്ല റിസ്ക് എന്ന് പറയാം, ഹറാമായതിനും റിസ്ക് എന്ന് പറയാം. അതും ഷെയ്ഖ് റഹിമഹുല്ലാഹ് ശേഷം വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും റിസ്ക് കൊടുക്കുന്നവനാണ്. എല്ലാവരും കഴിക്കുന്ന ഏതും റബ്ബ് നൽകിയതാണ്, അതൊക്കെ റിസ്ക്കാണ്. അപ്പൊ എല്ലാം റിസ്ക്കാണ്. ഹദൽ ഇൻസാൻ അല്ലദീ യഈഷു വയഅകുലു വയശ്റബു ഇന്നഹു ഗൈറു മർസൂഖ് എന്ന് പറയാൻ പറ്റില്ല. ഒരാൾ ഇഷ്ടമുള്ളത് തിന്ന് കഴിച്ചങ്ങനെ പോകുന്നു, അയാൾക്കും റിസ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാം റിസ്ക്കാണ്. പക്ഷെ നമ്മൾ കഴിക്കാൻ കൽപ്പിക്കപ്പെട്ടത് ഏതാണ്?
ത്വയ്യിബാത്താണ് അർത്ഥം. അല്ലാത്ത കഴിക്കരുത് എന്നാണ് റബ്ബിന്റെ കൽപ്പന. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ത്വയ്യിബാത്തി മാ റസഖ്നാകും, റിസ്ക് റസഖ അതാ ദാനം എന്നർത്ഥം. അപ്പൊ നാം നൽകിയതിൽ നിന്ന് വിശുദ്ധമായത് നിങ്ങൾ ഭക്ഷിക്കുവീൻ. വഷ്കുറൂ ലില്ലാഹ്, അതോടൊപ്പം വഷ്കുറൂ ലില്ലാഹ്, വഷ്കുറൂ നിങ്ങൾ ശുക്ർ ചെയ്യുവീൻ, ലില്ലാഹി അല്ലാഹുവിന് നിങ്ങൾ ശുക്ർ ചെയ്യുവീൻ. ഭക്ഷണം കഴിച്ചാൽ പോരാ, അതിനെ കൂടാതെ പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരാവുകയും വേണം. ശുക്ർ എന്ന് പറഞ്ഞാൽ അൽ ഖിയാമു ബിത്വാഅത്തിൽ മുൻഇമി, നിഅമത്ത് നൽകിയവനോട് വഴിപ്പെടുക, അതാണ് ശുക്ർ. ആരാണോ നിഅമത്ത് തന്നത് അവന് വഴിപ്പെടുക. അപ്പൊ റബ്ബാണ് ഇവിടെ റിസ്കാകുന്ന നിഅമത്ത് നൽകിയവൻ, അതുകൊണ്ട് ആ റബ്ബിന് വഴിപ്പെടുക, അതാണ് ഇവിടുത്തെ ശുക്ർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതോടൊപ്പം അതിൽപ്പെട്ടത് തന്നെയാണ് ഇസ്തിഅമാലു നിഅമത്തി ഫീമാ ഖുലിഖത് ലഹു. ഒരു നിഅമത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ നിഅമത്ത് എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിനുപയോഗിക്കുക. അപ്പൊ റിസ്ക് നൽകി അത് കഴിച്ചെന്തിനാണ്? അല്ലാഹുവിനെ ഇബാദത്തെടുക്കാനാണ്. ഈ റിസ്ക് കഴിച്ചിട്ട് അല്ലാഹുവിനെ ഇബാദത്തെടുക്കുക അത് ശുക്രിന് നേരെ വിരുദ്ധമാണ്. എന്തിനാണോ നിഅമത്ത് അതിൽ തന്നെ ഉപയോഗപ്പെടുത്തുക, അതും ശുക്രിന്റെ ഭാഗമാണ്. വഷ്കുറൂ ലില്ലാഹ്, പടച്ച റബ്ബിനെ നിങ്ങൾ ശുക്ർ ചെയ്യുവീൻ എന്നാണ്. അല്ലാഹു തആല ലമ്മ അമറ ബിൽ അക്ലി അമറ ബിശ്ശുക്രി. അബ്ബ് ഇവിടെ രണ്ട് കൽപ്പന തന്നപ്പോൾ, ഒന്ന് കുലു നിങ്ങൾ ഭക്ഷിക്കുവീൻ, രണ്ട് വഷ്കുറു നിങ്ങൾ ശുക്ർ ചെയ്യുവീൻ. ശൈഖ് പറയാണ് അക്സറുൻ നാസ് ഇംതസൽ അംറൽ അവ്വല വതറക സാനി. മഹാഭൂരിപക്ഷം ആളുകളും ഒന്നാമത്തെ കൽപ്പന പ്രാവർത്തികമാക്കുന്നു, രണ്ടാമത്തെ കൽപ്പന ഒഴിവാക്കുകയും ചെയ്യുന്നു. ഐ അക്രമിൻ ത്വയ്യിബാതി മാ റുസിഖ ലാകിൻ ലം യശ്കുർ. അവൻ ത്വയ്യിബാത്തൊക്കെ ഭക്ഷിക്കും, പക്ഷെ ശുക്ർ കാണിക്കുകയില്ല. അപ്പോൾ ഒരേ ആയത്തിൽ രണ്ട് കൽപ്പന, വിശുദ്ധമായത് ഭക്ഷിക്കുക, നന്ദി കാണിക്കുക. വിശുദ്ധമായത് ഭക്ഷിക്കുക എന്നത് എല്ലാവരും പ്രാവർത്തികമാക്കും, എന്നാൽ നന്ദി കാണിക്കുക എന്നത് ഭൂരിപക്ഷം ആളുകളും പ്രാവർത്തികമാക്കുന്നില്ല. അള്ളാഹു മറ്റൊരു ആയത്തിൽ പറഞ്ഞല്ലോ, വഖലീലുൻ മിൻ ഇബാദിയശ് ശകൂർ. ശുക്റുള്ളവർ എൻ്റെ അടിമകളിൽ വളരെ തുച്ഛമാകുന്നു. അപ്പൊ നിങ്ങൾ ശുക്ർ ചെയ്യുക ലില്ലാഹി അല്ലാഹുവിന്, ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. അപ്പൊ റബ്ബിനെ നിങ്ങൾ വഴിപ്പെടുന്ന, അവനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഇൻ കുൻതും മുഖ്ലിസീന ലഹു ഫിൽ ഇബാദ, ഇബാദത്തിൽ നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് റബ്ബിനെ ശുക്ർ ചെയ്യുക എന്നതാകുന്നു എന്നാണ്. അപ്പൊ രണ്ടു വഴിക്ക് അവിടെ ശുക്ർ ഇല്ലാതെ പോകാമെന്ന് ശൈഖ് അവിടെ പറഞ്ഞത്. ഒന്ന് ത്വയ്യിബാത്ത് ഭക്ഷിക്കാൻ പറഞ്ഞു, പക്ഷെ ത്വയ്യിബാത്ത് അല്ലാത്ത ഭക്ഷിക്കുക, അത് ശുക്രിനെതിരാണ്. രണ്ട് ത്വയ്യിബാത്തിനെ തന്നെ ഹറാമാക്കി പ്രഖ്യാപിക്കുക, അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല എന്നിട്ട് അതും പാടില്ല എന്നാണ്. മക്കയിലെ അവിശ്വാസികൾ പല മൃഗങ്ങളെയും രാത്രിക്ക് ഉസ്സക്കൊക്കെ നേർച്ചയാക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും തിന്നാൻ പാടില്ല. ബഹീറ, സായിബ, വസീല എന്നൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പരിചയപ്പെടുത്തി, അതും പാടില്ല. ഫല്ലദി യുഹരിമു ബഅദൽ അത്ഇമ ഔ ബഅദൽ അശ്രിബ ബിദൂനി ദലീലിൻ. ചില ഭക്ഷണങ്ങൾ, ചില പാനീയങ്ങളൊക്കെ ഒരു തെളിവുമില്ലാതെ ഹറാമാക്കുന്ന ആളുകൾ അവർ യകൂനു മുശാബിഹൻ അഹ്ലിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്തെ ആളുകളോട് സാദൃശ്യമുള്ളവനായി മാറും. ഒരു കാര്യം കഴിക്കാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. ആ ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം. ആ തെളിവില്ലാത്തിടത്തോളം കാലം ഒരു കാര്യം പാടില്ലെന്ന് പറയാൻ നമുക്കവിടെ അവകാശമില്ല. അത് രണ്ടും ഇതിന് എതിരാകുന്നു. അപ്പോൾ അവിടെ ശൈഖിനോട് സംശയം ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ സംശയമുള്ളതാണെങ്കിലോ, അതാണ് സംശയമുള്ളതാണെങ്കിൽ ഇത് ഹറാമാണോ അല്ലേ, സംശയമുള്ളതാണെങ്കിലോ അദ്ദേഹം അസ്ല് ഹലാലാണ്, അസ്ല് പ്രകാരം ഹലാലാണ്. ഹറാമാണെന്ന് ബോധ്യമാകുന്നത് വരെ പ്രശ്നമില്ല. ഹറാമാണെന്ന് ബോധ്യമായാലോ പിന്നെ കഴിക്കാൻ പറ്റില്ല. സംശയം പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം ഒഴിവാക്കേണ്ടതില്ല. അസ്ല് ഹില്ലാണ്, എന്നാൽ ഹറാമാണ് എന്ന് എപ്പോൾ ബോധ്യമായോ അപ്പത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നുകൂടി ശൈഖ് അവിടെ എടുത്തു പറയുന്നു. ഏതാണെങ്കിലും വലിയ കുറെ തത്വങ്ങൾ ഈ ആയത്തിൽ നമുക്ക് അല്ലാഹു തആല നൽകുന്നുണ്ട്. അത് ജീവിതത്തിൽ അമൽ ചെയ്യാനാണ് പറഞ്ഞത്. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ റബ്ബിനെ മാത്രം
ആരാധിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാകുന്നു എന്നാണ് പ്രത്യേകം ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. ഈ അടുത്ത ആയത്തിൽ അല്ലാഹു തആല ഏതാണ് ഹറാമായത് എന്ന് പറഞ്ഞിട്ടാണ്. ത്വയ്യിബാത്ത് ഭക്ഷിക്കണം എന്ന് പറഞ്ഞു, എന്നാൽ ഇന്ന സംഗതികൾക്ക് ത്വയ്യിബത്തല്ല, അത് ഭക്ഷിക്കാവതല്ല എന്ന് പറഞ്ഞ അടുത്ത ആയത്തിൽ ഇനി തിന്നാൻ പാടില്ലാത്ത ഏതാണ് എന്ന് അല്ലാഹു തആല വിശദീകരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്കത് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് ശരിയാവണ്ണം ഗ്രഹിക്കാനും അത് അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.